ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണം അറിയപ്പെടുന്നത് വരുമാനം. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി അഥവാ ശമ്പളം. തൊഴിലിൻ്റെ പ്രതിഫലം എന്താണ്? കൂലി അഥവാ ശമ്പളം. അപ്പം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണം അറിയപ്പെടുന്നതാണ് വരുമാനം. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെ അറിയപ്പെടുന്നത് തൊഴിൽ. തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി അഥവാ ശമ്പളം. ലോക തൊഴിലാളി ദിനം എന്നാണ്? മെയ് 1. മെയ് 1 ലോക തൊഴിലാളി ദിനം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് എന്നാണ്? 1923 മെയ് 1. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എന്നാണ് തൊഴിലാളി ദിനം ആചരിച്ചത്? 1923 മെയ് 1. എന്നാണ് ലോക തൊഴിലാളി ദിനം? മെയ് 1. വരുമാന സ്രോതസ്സുകളും വരുമാനവും. കൃഷിയുടെ വരുമാനമാണ് വിള. തൊഴിൽ, അതിൻ്റെ വരുമാനം കൂലി അഥവാ ശമ്പളം. ബിസിനസ് ആണെങ്കിലോ അതിൻ്റെ വരുമാനമായിട്ട് ലഭിക്കുന്നത് ലാഭം. ബാങ്ക് നിക്ഷേപമാണെങ്കിൽ പലിശ. ഓഹരി നിക്ഷേപങ്ങളാണെങ്കിൽ ലാഭവിഹിതം. അപ്പം കൃഷിക്ക് വരുമാനം എന്താണ്? വിളയാണ്. തൊഴിലിന് കൂലി അഥവാ ശമ്പളം. ബിസിനസ്സിന് ലാഭം. ബാങ്ക് നിക്ഷേപത്തിന് പലിശ. ഓഹരി നിക്ഷേപം ലാഭവിഹിതം. ആസ്തികൾ വാടക അല്ലെങ്കിൽ പാട്ടം. ആസ്തികൾ വാടക അല്ലെങ്കിൽ പാട്ടം. കൃഷിക്ക് വിള, തൊഴിലിന് കൂലി അഥവാ ശമ്പളം, ബിസിനസ്സിന് ലാഭം, ബാങ്ക് നിക്ഷേപത്തിന് പലിശ, ആസ്തിക്ക് വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ എത്ര ശതമാനം പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ എത്ര ശതമാനം പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരം 46.6% പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 46.6%. അടുത്തതായി കുറച്ച് തൊഴിൽ പദ്ധതികൾ നമുക്ക് നോക്കാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ശരണ്യ എന്ന് പറയുന്നത് വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ആർക്കൊക്കെയാണ്? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി 2016 കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി 2016 കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50-നും 65-നും മധ്യ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. അടുത്തൊരു പദ്ധതിയാണ് നവജീവൻ പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50-നും 65-നും മധ്യ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. അടുത്തൊരു പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ പദ്ധതി.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത്? ഉന്നതി വിജ്ഞാൻ. അടുത്തത് അഭ്യസ്ത വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ്. എന്താണ് പ്രൈഡ്? അഭ്യസ്ത വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ്. അടുത്തത് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി. പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി. അടുത്തത് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം. അടുത്തത് തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. അടുത്തത് കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരമുറപ്പിക്കാൻ കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0. കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0. അടുത്തത് ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ചുമട്ടുതൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി. ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ചുമട്ടുതൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി. അടുത്തത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണിത് മാരിവില്ല. വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക എന്ന പദ്ധതിയാണ് ഏത് പദ്ധതിയാണ്? ശ്രേയസ് പദ്ധതി. വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക പദ്ധതി ഏതാണ്? ശ്രേയസ് പദ്ധതി. അടുത്ത ചോദ്യം, പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. അപ്പം മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പം വളരെ സിമ്പിളായിട്ടാണ് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. കൂടുതലായിട്ടും PSCക്ക് വരുന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ നന്നായിട്ട് പഠിച്ച് നോട്ടൊക്കെ എഴുതി പഠിക്കണം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.